ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. കൃത്യം 5 വർഷം മുമ്പായിരുന്നു ഞാൻ എൻ്റെ ഡിഗ്രി പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് കൂലിപ്പണിക്കിറങ്ങുന്നത്. അന്ന് ഞാൻ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്താനായിട്ടാണ് ഞാൻ എൻ്റെ പഠനം നിർത്തി ഇറങ്ങുന്നത്. അതിനുള്ള ഉത്തരവായിട്ട് ഞാൻ എത്തിപ്പെടുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മേഖലയിലായിരുന്നു. അതെ, ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ജേണി, ഞാൻ ഇവിടുന്ന് പഠിച്ച പാഠങ്ങൾ ഇതെല്ലാം നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ്. അത് ഈ ചാനലിൻ്റെ പേര് ഐ ആം ഇൻ എ വോൾ സ്ട്രീറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ എൻ്റെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല. കേരളത്തിലെ ഏതൊരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അതിൻ്റെ താഴെ നിൽക്കുന്ന ചെറുപ്പക്കാരൻ നേരിടുന്ന അതേ പ്രശ്നങ്ങളൊക്കെ തന്നെ. കടബാധ്യതകളും നമ്മുടെ വീട്ടിലുള്ളവരുടെ ഹോസ്പിറ്റൽ കേസുകളൊക്കെ വരുമ്പോഴത്തേക്കും അതൊന്നും നമ്മളെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അവർക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ, കടക്കാരുടെ എല്ലാവരുടെയും മുമ്പിൽ എന്ത് പറയുമെന്ന് ഓർത്ത് പകച്ചു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. അപ്പം ഇതെല്ലാം പെട്ടെന്നൊരു ദിവസത്തേക്ക് നമ്മുടെ തലയിലിട്ട് എത്തുമ്പോഴത്തേക്കും നമ്മൾ തന്നെ ഏതൊരു 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെയും ആ മനസ്സിലിട്ട് അന്നേരം പോകുന്നൊരു ചിന്ത എന്ന് പറയുന്നത് പഠിക്കുന്നതിൻ്റെ അപ്പുറത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ജീവിക്കുക എന്നുള്ളൊരു തിരിച്ചറിവ് അന്നേരം ഉണ്ടാകും. അപ്പം അങ്ങനെയായിരുന്നു ഞാനും എൻ്റെ പഠനം നിർത്തി ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷേ പല പല പണികൾ ചെയ്തെങ്കിലും ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നൊരു മേഖലയിൽ എത്തിപ്പെടുമ്പോഴത്തേക്കും എല്ലാവരെയും പോലെ എൻ്റെയും ചിന്ത എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഒരു 5000 കൊണ്ട് 10,000 ലക്ഷങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ചിന്തകളോട് കൂടി തന്നെയാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുന്നത്. ഈ ചിന്ത എനിക്ക് തോന്നുന്നു സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുന്ന ഏതൊരാൾക്കും ആദ്യം ഉണ്ടായിട്ടുണ്ടാകും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും വേറൊരു ചിന്തയൊക്കെ മനസ്സിലോട്ട് എന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് പറ്റിയ ഇടമല്ല, ഇത് കളിപ്പീരാണ്, ഇവിടെ പണമുള്ളവർക്കും സാമ്പത്തിക വിദഗ്ധന്മാർക്കും മാത്രമേ ഇവിടെ സക്സസ് ആകാൻ പറ്റുള്ളൂ എന്നുള്ള തോന്നലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകും. എനിക്കും ഇത് രണ്ടും എൻ്റെ ഈ ട്രേഡിംഗ് ലൈഫിൽ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈ 5 വർഷത്തെ സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ശരിയായ അറിവും നമുക്കിതിനോടുള്ള താല്പര്യവും ഉണ്ടെങ്കിൽ ആർക്കും ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള ക്ഷമയുണ്ടാവണം, അത് പഠിച്ചെടുക്കാനുള്ള മനസ്സുണ്ടാവണം, അതിനുവേണ്ടി പ്രയത്നിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കുക തന്നെ ചെയ്യും. ഇത് പറയുന്നത് ഞാൻ ഒരിക്കലും ഒരു സാമ്പത്തിക വിദഗ്ധനോ ഒരു ഉപദേഷ്ടാവോ അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളെ പഠിപ്പിക്കാൻ അത്ര കഴിവുള്ള ഒരാളോ ഒന്നുമല്ല. അതിലുപരി എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ ഒരു യാത്രയിൽ ഞാൻ പഠിച്ചെടുത്ത ഓരോ കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന സമയത്ത് എനിക്കൊരു സംശയം ചോദിക്കാനായിട്ടോ എൻ്റെ തെറ്റുകൾ തിരുത്തി തരാനായിട്ടോ ഒന്നും എനിക്കാരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അന്ന് അതായിരുന്നു. അപ്പോൾ അന്നുണ്ടായിരുന്ന പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേരാനായിട്ട്, അന്നെന്ന് പറയുമ്പോഴത്തേക്ക് അധികം നാളൊന്നും മുമ്പല്ല, ഒരു 5 കൊല്ലം മുമ്പ്. പക്ഷേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേരാനായിട്ട് അന്ന് ഞാൻ വിളിച്ച് ചോദിച്ച് എല്ലായിടത്തും 20,000 30,000 40,000 ഒക്കെ പറയുമ്പോഴത്തേക്കും എന്നെക്കൊണ്ട് അതൊരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു ഒരു എമൗണ്ടേ ആയിരുന്നില്ല അതെന്ന് പറയുന്നത്. അപ്പം ഞാൻ പഠിച്ചെടുത്തത് മുഴുവൻ എൻ്റെ മിസ്റ്റേക്കുകളിൽ നിന്നായിരുന്നു. ഞാൻ ഓരോ ദിവസവും വരുന്ന മിസ്റ്റേക്കുകൾ, ഞാൻ പൈസ കളയുന്നുണ്ടാവും, പക്ഷേ ഓരോ മിസ്റ്റേക്കുകളിൽ നിന്ന് ഞാൻ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുത്ത് അത് പിന്നീട് ആവർത്തിക്കാതെയാണ് ഞാൻ മാർക്കറ്റിൽ നിന്ന് പലതും പഠിച്ചെടുത്തത്. അപ്പോൾ ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വരുത്തിയ ഓരോ മിസ്റ്റേക്കുകളും അതിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്ത പാഠങ്ങളും പേഴ്സണൽ ഫിനാൻസിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഞാൻ ചെയ്ത് കൂട്ടിക്കൊണ്ടിരുന്ന മണ്ടത്തരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിലിട്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങളുടെ മുമ്പിലിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ തുടക്കക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകാൻ പറ്റത്തില്ലാത്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ പണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ അനുഭവങ്ങളും എൻ്റെ ഈ വീഡിയോകളും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തെറ്റിലോട്ട് എത്തിപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ അനുഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നും ഇനി എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്തി തരുമെന്നും അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാമെന്നും ഒരുമിച്ച് പഠിക്കാമെന്നും ഒരുമിച്ച് വളരാമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ നിർത്തുകയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. എൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിലോ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്തണം. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നേക്ക് വരെ ബൈ.